ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് വെണ്ട നന്നായിട്ട് വളരുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ട നട്ടു കൊടുക്കാം. ഞാൻ വിത്തുകൾ പാകിയിട്ടാണ് കേട്ടോ വിത്തുകൾ നേരിട്ട് നട്ടാണ് കൃഷി ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ മഴ ഉള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് കുതിർത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ മുളപ്പിച്ചില്ല എന്ന് വെച്ചാൽ മുളപ്പിച്ച് നട്ടാലും നല്ലതാണ്. ഞാനിപ്പോൾ മുളപ്പിക്കാതെ നേരിട്ടാണ് നട്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കണ വിത്തെന്ന് വെച്ചാൽ ഇതാണ് ആനക്കൊമ്പൻ വെണ്ടയാണ്. റിയൽ ഗ്രെയിൻസ് എന്നാട്ടോ ഇതിൻ്റെ പേര്. പിന്നെ നമ്മൾ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് എക്സ്പയറി നോക്കിയിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വിത്തുകൾ മുളച്ചാലും വളർന്നു വരില്ല. അപ്പം മഴ സമയത്ത് നമുക്ക് ഈ വെണ്ട നല്ല രീതിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളകും നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ നോക്കി നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിളവ് കിട്ടും കേട്ടോ. നമുക്ക് മുളകൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കൃഷി ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരു കുറച്ച് തക്കാളി നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള അത്യാവശ്യം പറിച്ചെടുക്കാൻ കിട്ടും എന്നുള്ളൂ. എന്നുവെച്ചാൽ മഴക്കാലത്ത് നല്ല രീതിയിൽ ഉണ്ടാവത്തൊന്നുമില്ല തക്കാളി, എന്നാലും നമ്മുടെ ആവശ്യത്തിന് കിട്ടും. അപ്പോൾ തക്കാളിയും നമ്മൾ കുറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു കുറച്ച് ക്യാനിൽ ഈ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തും കൂടി നട്ടു കൊടുക്കണം. ആനക്കൊമ്പൻ വെണ്ട മാത്രമല്ല കേട്ടോ, എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആനക്കൊമ്പൻ വെണ്ട എന്ന് പറഞ്ഞത് ഇതേപോലെ ഇരിക്കുന്നതാണ്. ഇതാണ് ഞാനിപ്പോൾ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നട്ടു കൊടുക്കാം. നമ്മളിത് ഈ ക്യാനുകളിലാണ് കേട്ടോ, ഒരു 5 ക്യാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിറച്ചേക്കുന്നത് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ കൂടെ വളമായിട്ട് ചേർത്തേക്കുന്നത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തൈകൾ നട്ടു കൊടുക്കുന്നത് കേട്ടോ. ആദ്യം നടുമ്പോൾ തന്നെ മുളച്ച് വരുമ്പോൾ നല്ല കരുത്തോടെ വളർന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നട്ടേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട തക്കാളിയാണ് കേട്ടോ, കുഴപ്പമില്ലാതെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യാനുകളിലോട്ട് ഒരു 2 വിത്ത് വെച്ചിട്ട് നട്ടു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ വിത്തുകൾ. 2 എണ്ണം വെച്ച് ഒരു ക്യാനിൽ നട്ടു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരെണ്ണം നന്നായി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് 2 എണ്ണവും നല്ല രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം പറിച്ച് മാറ്റി കൊടുക്കാം. അല്ല ഒരെണ്ണം മുളച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ഞാൻ നട്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ മഴക്കാലത്ത് എന്താ പറയുക, നമ്മുടെ ഈ പച്ചമുളക് പോലെ തന്നെ നല്ല രീതിയിൽ വളരും കേട്ടോ ഈ വെണ്ട എന്ന് പറയണത്. വലിയ കീടബാധകളൊന്നും ഇല്ലാതെ വളരുന്നതാണ് മഴക്കാലത്ത് വെണ്ട. വലിയ നമ്മൾ കീടനാശിനികളോ അല്ലെങ്കിൽ ഒത്തിരി വളമൊന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരും. പക്ഷെ നമ്മൾ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വളം കൊടുക്കണം. അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് നട്ടു കൊടുക്കുകയും വേണേ. മഴ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വളങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും നമ്മുടെ മണ്ണിൽ നിന്ന്. അതുപോലെ തന്നെ pH വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു 10 ദിവസം ഇട്ടതിന് ശേഷം വേണം നമ്മൾ എന്ത് പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ 5 ക്യാനിലാണ് നട്ടിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ നടാനുണ്ട്. കുറച്ച് ക്യാനുകളിലും കൂടി നമുക്ക് പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വിത്തുകൾ നട്ടു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ നേരിട്ടാണ് നട്ടു കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സീഡ് ട്രേയിൽ പാകി മുളപ്പിച്ചിട്ട് തൈകൾ നേരിട്ട് പറിച്ച് നടാം. ഒരു 2 ഇല 4 ഇല പരുവാകുമ്പോൾ പറിച്ച് നടാം. ഇങ്ങനെയാവുമ്പോൾ ഒത്തിരി മഴയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം. ചില കുത്തി ഇങ്ങനെ മഴവെള്ളം കുത്തി വീണിട്ട് ചെറിയ തൈകൾ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മഴ വെണ്ടയ്ക്കൊരു പ്രശ്നമല്ല കേട്ടോ. ഒന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല. അപ്പോൾ ഒരു 4-5 ഇല പരിവൊക്കെ ആവണ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വീണ്ടും വളമിട്ട് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം വളമിട്ട് കൊടുത്തിട്ടാണ് വിത്തുകൾ നട്ടേക്കണത്. നല്ല കരുത്തോടെ വളർന്നു വരികയും ചെയ്യും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മളൊരു സ്യൂഡോമോണസ് ലായനി കലക്കി ഒഴിക്കുന്നത് നല്ലതായിരിക്കും, വേര് ചീച്ചിൽ പോലെയുള്ള രോഗങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെണ്ട നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്